അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായിട്ടുള്ള വളരെയധികം ഇഷ്ടത്തോടുകൂടെ പറഞ്ഞു തരുന്ന ഒരു അമലാണ് ഇന്ന്. കഴിയുന്ന ആളുകളൊക്കെ പരിശുദ്ധമായിട്ടുള്ള ഈ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലോ ഈ ഒരു അമലിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. കാരണം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇത് ഞാൻ വെറുതെ പറയല്ലേ, കാരണം ഈ ഒരു അമൽ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അവരുടെ ആഗ്രഹം ഒക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു അമലിനെ കുറിച്ചിട്ട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചത്. ഒരുപാട് ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തെന്നറിയോ, ഈ ഇട എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ. എങ്ങനെയാണെന്നറിയോ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ കടങ്ങൾ വീടി കിട്ടണില്ല, ഇനി ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിലൊരു വഴിയില്ല. ഇത്തരത്തിലൊക്കെ ഒരു കമൻറ്റ് വന്നപ്പോൾ ബേജാറായി പോവില്ലേ ആരാണെങ്കിലും. അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു പേടിയായി. കാരണം റബ്ബേ, ആ മനുഷ്യർക്ക് ആരാണെങ്കിലും സഹോദരിയാണെങ്കിലും സഹോദരനാണെങ്കിലും അങ്ങനെ ഒരു ബുദ്ധി കൊടുക്കരുത് എന്ന് മനസ്സിൽ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്തരത്തിൽ കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരിക്കലും ആത്മഹത്യ, സൂയിസൈഡ്, സ്വന്തം ജീവിതം അവസാനിപ്പിച്ച് അതാണ് തീർന്നു കിട്ടിയല്ലോ എന്ന് വിചാരിക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈ ലോകവും പോയി, അടുത്ത ലോകവും പോയി. ഇവിടുന്ന് നമ്മൾ അത് ചെയ്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാലും നമുക്ക് അതന്നെക്കാരം പണി, ആത്മഹത്യ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്താണ് പോവുകയാണ്, അപ്പോൾ എന്തുണ്ടാവുക? നിങ്ങളെ കുട്ടികളും മക്കളും നിങ്ങളെ ഭാര്യയും കുടുംബവും ഉമ്മയും ഉപ്പയും ഒക്കെ ആരാ നോക്കുക? അതൊക്കെ ഈ ഒരു ആളുകൾക്ക് തട്ടിക്കളിക്കാനുള്ളൊരു കളിവസ്തുക്കളെ മാത്രമായി മാറൂലേ. പിന്നെ അത് നിങ്ങൾ ചിന്തിക്കണില്ല. കുറച്ച് കടമല്ലേ, അത് പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ വീട്ടിൽ തരാനും പടച്ച തമ്പുരാനും കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരം പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസങ്ങളിലും ദിവസങ്ങളിലും പടച്ചോൻ്റെ മുമ്പിലിരുന്നിട്ടേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു പേടി, ആ ഒരു ബേജാറ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു എന്ത് കാര്യമായിക്കോട്ടെ, ഇത് കടത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, വേറെയും ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന്. എത്രയാണെന്നാ പറയുക, പല ആളുകളുടെയും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇൻഷാ അള്ളാഹ്. അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടല്ലോ, കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക. ഈ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകൾ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിൽ വീഡിയോസ് ഇടുമ്പോൾ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നാലോ. ഇത് മഹത്തായിട്ടുള്ള ഒരു സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളൊരു സ്വത്താണ്, നമുക്കുള്ളൊരു മുതലാണെന്ന് പറയുമല്ലോ, അതാണ് സ്വലാത്ത്. ഏതൊരു സമയത്തും ഏതൊരവസ്ഥയിലും നിന്നിട്ടും ഇരുന്നിട്ടും കടന്നിട്ടും ഒക്കെ ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു അമല് തന്നെയാണ് സ്വലാത്ത്. അപ്പോൾ തമാശക്ക് പോലും കളിയാക്കിപ്പോലും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ കൂലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അത്രയും ആത്മാർത്ഥതയോടുകൂടെ മനസ്സറിഞ്ഞ് മനസ്സിൽ പടച്ചോനെയും അള്ളാൻ്റെ റസൂലിനെയും ഈ മഹത്തായിട്ടുള്ള സ്വലാത്തിൻ്റെ ആ ഒരു ബറക്കത്തും മനസ്സിലുള്ളിലേറ്റി നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഫലം ഉണ്ടാകും. അപ്പോൾ അത് മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള സ്വലാത്താണ്. ഈ സ്വലാത്തിനെ നമ്മൾ ചൊല്ലേണ്ടത് 313 തവണയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വാഹിബി താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ അലമി ദാഫിഇൽ ബലാഇ വൽ വബാഇ വൽ ഖഹതി വൽ മറളി വൽ അലം ഇസ്മുഹു മക്തൂബും മർഫൂഉം മഷ്ഫൂഉം മൻഖൂഷും ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസും മുഅത്തറും മുതഹറും മുനവ്വറും ഫിൽ ബൈത്തി വൽ ഹറം ഷംസിൽ ലുഹ ബദരി ദുജ സദരിൽ ഉല നൂറിൽ ഹുദ കഹഫിൽ വറ മിസ്ബാഹിൽ ഉലം ജമീൽ ഷിയം ഷഫീഇൽ ഉമം സ്വാഹിബിൽ ജൂദി വൽ കറം അല്ലാഹു ആസിമുഹു വ ജിബ്രീലു ഖാദിമുഹു വൽ ബുറാഖു മർകബുഹു വൽ മിഅറാജു സഫറുഹു വ സിദ്റത്തുൽ മുൻതഹ മഖാമുഹു വ ഖാബ കൗസൈനി മത്ലൂബുഹു വൽ മത്ലൂബു മഖ്സൂദുഹു
വൽ മഖ്സൂദു മൗജൂദുഹു സയ്യിദുൽ മുർസലീന ഖാതിമിൻ നബിയീന ഷഫീഇൽ മുദ്നിബീന അനീസിൽ ഗരീബീന റഹ്മത്തല്ലിൽ ആലമീന റാഹത്തിൽ ആഷിഖീന മുറാദിൽ മുസ്താഖീന ഷംസിൽ ഗാരിഫീന സിറാജി സാലിഖീന മിസ്ബാഹിൽ മുഖറബീന മുഹിബിൽ ഫുഖറാ ഇവൽ ഖുറബാ ഇവൽ മസാക്കീൻ സയ്യിദി തഖലൈനി നബിയിൽ ഹറമൈനി ഇമാമിൽ ഖിബ്ലതൈനി വസീലത്തിന ഫിദ്ദാറൈൻ സാഹിബിൽ കാബ കൗസൈനി മഹബൂബി റബ്ബിൽ മഷ്രിഖൈനി വൽ മഗ്രിബൈൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ മൗലാന വ മൗല സഖലൈൻ അബിൽ ഖാസിമി സയ്യിദിന മുഹമ്മദിൻ ഇബ്നു അബ്ദില്ലാഹി നൂരി മിൻ നൂരില്ലാഹി യാ അയ്യുഹൽ മുസ്താഖൂന ബിനൂരി ജമാലിഹി സ്വല്ലു അലൈഹി വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലിമു തസ്ലീമ. പരിശുദ്ധമായിട്ടുള്ള സ്വലാത്തു താജ് നമ്മുടെ സ്വലാത്തുകളുടെ രാജകുമാരനാണിത്. അത്രയും ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം മഹത്തായിട്ടുള്ള ഒരു സ്വലാത്ത് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പരിശുദ്ധമായിട്ടുള്ള ഷാബാൻ മാസത്തിൽ ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾക്കൊരു 313 വട്ടം ചൊല്ലിത്തീർക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നെയ്യത്ത് വെക്കി, എൻ്റെ ഈ കടങ്ങൾ എനിക്ക് വീടി കിട്ടണം, എങ്ങനെയാണെങ്കിലും റബ്ബേ ഹൈറായിട്ടുള്ള മാർഗത്തിലൂടെ എൻ്റെ കടങ്ങൾ നിങ്ങൾ എനിക്കൊന്ന് വീട്ടി തരണം എന്ന നെയ്യത്ത് വെച്ചിട്ട് നിങ്ങളത് ചൊല്ലി തുടങ്ങിക്കോളി. നല്ല രീതിയിൽ വൃത്തിയിൽ ശുദ്ധിയിൽ ഭക്തിയിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഇതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് റബ്ബ് കാണിച്ചു തരുന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല അല്ലേ, കാരണം ഈ ഒരു സ്വലാത്തിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ചെല്ലുമ്പോൾ അതിൻ്റെ ആ ഒരു അനുഭവങ്ങളുടെ കണ്ണിൻ്റെ മുമ്പ് കാണുമ്പോൾ എല്ലാവരും പറയാണ്, എടാ അത് നടക്കൂല, നമ്മളെയും കൊണ്ട് അതൊന്നും കൂട്ടിയാൽ കൂടൂല, നമ്മളെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്കത് സാധിച്ചു കിട്ടുകയാണെങ്കിൽ അത്രത്തോളം മഹത്തായിട്ടില്ല മറ്റെന്ത് കാര്യമാണ്. നമ്മൾ അത്രയും പൂതിപ്പെടുന്ന ഒരു കാര്യം, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സന്തോഷം എത്രയായിരിക്കും അല്ലേ. അപ്പോൾ അതിനാണ് പറയുന്നത്, നമ്മുടെ പടച്ചോൻ മതി നമുക്ക്, ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളത് ചെയ്തോളിയും. എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര പ്രയാസം പിടിച്ച കാര്യമാണെങ്കിലും നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല ആ കാര്യത്തെ സാധിപ്പിച്ച് തരുക ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല, ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇനി ഇതിൻ്റെ ഇടയിലും എനിക്കറിയാം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾക്കൊക്കെ എന്താണെന്നറിയോ, ഇത്ര നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് അവർക്കിതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വന്നിട്ട് അവരിതിൽ നിന്ന് പുറത്ത് കടക്കുക എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നട്ടം തിരിഞ്ഞിരുന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഉപകാരപ്പെടുന്ന ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിലുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ദിക്റുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദുആ കൂടെ വീഡിയോ നിർത്താണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.